കേട്ടോ എൻ്റെ നാട്ടിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇട്ട ഒരു വീഡിയോസാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ. സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് ഞങ്ങൾ വിഷുവിൻ്റെ അന്നായിരുന്നു ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയത്. ഒന്നുമില്ല, വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയതായിരുന്നു കേട്ടോ. പിള്ളേരുള്ളത് കൊണ്ടേ ഒന്നും അധികം പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. എൻ്റെ ചെറുതിൻ്റെ കാര്യം പറയും വേണ്ട, ഒന്നും പർച്ചേസ് ചെയ്യാൻ സമ്മതിക്കില്ല. അത്രയും നല്ല മോളാണ് കേട്ടോ എൻ്റെ. ഇവിടെ നേരെയാണ് ഞങ്ങൾ കസിൻ്റെ ഷോപ്പിലേക്ക് പോയത്. എൻ്റെ കൂട്ടുകാരുടെ കസിനാണോ, കൂട്ടുകാരുടെ കസിൻ. ഹായ് ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ ഒരു കസിൻസിൻ്റെ കടയാട്ടോ. പുതിയതായിട്ട് ഓപ്പണിംഗ് ആയിട്ടുള്ളൂ. അധികം ആയിട്ടില്ല, ഇവിടെ ഒരു ഷോപ്പിംഗ് തുടങ്ങിയിട്ട്. നല്ലൊരു കടയാട്ടോ. നല്ല ബേക്കറിയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആയിട്ടൊരു കടയാണ്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമുക്ക് എന്ത് എടുക്കേണ്ടതെന്ന് പോലും കൺഫ്യൂഷൻ അടിച്ച് പോകും. അപ്പോൾ എൻ്റെ കസിനാണെങ്കിൽ ഭയങ്കര ഇന്ന് വായോ എന്ന് വിളിക്കും അവള്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ കട ഒന്ന് കാണാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി വീഡിയോ കിട്ടിയ കടയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടതാണ്. ചോക്ലേറ്റ്സുകളും ഫ്രണ്ടിൽ കുറേ ചോക്ലേറ്റുകളാണ്, ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് നമ്മുടെ ഹാമ്പറൊക്കെ ഉണ്ട്, ചോക്ലേറ്റ് ഹാമ്പർ ഉണ്ടോ, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അവിടെ സ്ഥലങ്ങളും കാര്യങ്ങളും മിഠായി ഉണ്ട്, ഫ്രണ്ടിലൊക്കെ കണ്ട പലതരം മിഠായികളും ചോക്ലേറ്റും കണ്ടപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കടകൾ പോവുക, അല്ലെങ്കിൽ കണ്ടോ ഇതൊക്കെ നല്ല രസമായിട്ട് കാണാൻ മാത്രം ഉണ്ടല്ലേ. നിങ്ങൾക്കും കാണുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തോന്നണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. എൻ്റെ മൂത്തോട് നല്ല പാവം കുട്ടിയെ കാരണം ഒരു സാധനം മേടിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടായിട്ടും പർച്ചേസ് ചെയ്തു. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് പോകുന്നതേ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് പോകുന്നു കേട്ടോ. ഈ കട എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കട കേട്ടോ. അപ്പോൾ അവർക്ക് എന്തോ മേടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കേട്ടോ. ആ കടയിലുണ്ടായിരുന്നില്ല ആ സാധനങ്ങളൊന്നും. അപ്പോൾ അവർക്ക് വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മേടിച്ചതാണ്. നിങ്ങളന്ന് ആകെ കറക്കായിരുന്നു. അപ്പോൾ എൻ്റെ സാധനം